എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഇൻ കേസ് ഒരു യുദ്ധം ആരംഭിക്കേണ്ടി വന്നാൽ നാം അറിയേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ കണ്ടൻസ്. ശരിക്കും ഇന്ത്യയിലെ ബോർഡറിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് മാത്രമേ യുദ്ധം എന്താണെന്നും യുദ്ധക്കെടുതികൾ എന്താണെന്നും അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഉള്ള ആരും തന്നെ യുദ്ധം കെടുതികൾ എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ചില വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൂടി അറിയിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഉള്ള യുദ്ധവും ഇപ്പോഴുള്ള യുദ്ധവും വളരെ വ്യത്യാസമാണ്. മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ബോർഡറാണ്, കരയുദ്ധം എന്ന് പറയും. ഈ ടാങ്ക് ഇങ്ങനെയൊക്കെയുള്ള അതിനകത്ത് മാക്സിമം ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ റേഞ്ചുള്ള ആംസ് ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമായിരിക്കും. എന്നാൽ ഇപ്പോൾ 5000 6000 റേഞ്ചിൽ പോകുന്ന റാക്കറ്റുകൾ ആണ് ഇപ്പോഴത്തെ പ്രധാന ആയുധമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 3000 4000 ആകുമ്പോൾ ആ റേഞ്ചൊക്കെ ആണെങ്കിൽ ഈസിയായി കേരളത്തിലും അതിൻ്റെ ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് കേരളവും വന്നിരിക്കുക. അതായത് കേരളം, ചെന്നൈ, കർണാടക, ആന്ധ്ര ഇവിടങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെടുത്താൽ വലിയൊരു നേവൽ ബേസ് ഉണ്ട്, കൊച്ചി. അത് ടാർഗറ്റഡാണ്. അതിലുപരിയായി വളരെ പ്രധാനമുള്ളൊരു ഭാഗമാണ് ISRO തുമ്പ. അത് വലിയൊരു ടാർഗറ്റഡ് ഏരിയയാണ്. ഇനി ബംഗളൂർ ഭാഗത്ത് അവിടെയും ISROയുടെ കേന്ദ്രമുണ്ട്. ദെൻ ആന്ധ്രയിലുണ്ട് ISROയുടെ കേന്ദ്രം, ചെന്നൈയിലുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ടാർഗറ്റഡാണ്. ഇന്നത്തെ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ എവരിവെയർ, അത് നമ്മുടെ രാജ്യമല്ല, അതിപ്പോൾ ഏത് രാജ്യത്തുള്ള ടാർഗറ്റും നമ്മളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റും. സോ ഇത് ടെക്നോളജി അത്ര കണ്ട് വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബോർഡറിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടോ അതേ ബുദ്ധിമുട്ടുകൾ നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. ഇതിനർത്ഥം ഈ വീഡിയോ കൊണ്ട് നാളെ ഇവിടെ ടാർഗറ്റഡാണ്, നാളെ റോക്കറ്റ് വരും എന്നർത്ഥമില്ല. എന്നാൽ അങ്ങനെ ഉണ്ടായിക്കൂടൊന്നുമില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മളെടുക്കേണ്ട പ്രിവെൻറ്റേഷൻ അതാത് സമയങ്ങളിൽ നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അതനുസരിച്ച് നമ്മൾ പ്രിവെൻറ്റേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു പക്ഷേ ഒരു മോശമായ ഒരു അറ്റാക്കിനാണ് നമ്മളിത് പോണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ അതിനൊക്കെ മൂവ്മെൻറ്റ്സിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ കാണും. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അതിപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് നമുക്കൊരുപാട് നിബന്ധനകൾ ഓരോ സോൺ പോലെയൊക്കെ വെച്ചില്ല. അതുപോലെ തന്നെ സിമിലർ ടു ലൈക്ക് ദാറ്റ് ഉള്ളി. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു എനിമി വന്നിപ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിൽ നമ്മളെ ഒന്നും ഫയർ ചെയ്യത്തില്ല. അത് ചെയ്യുന്നതിൽ ഈ റോക്കറ്റിൽ കൂടെ നിങ്ങളുടെ ഈ ബോംബിങ് സിസ്റ്റം എക്സ്പ്ലോഷൻ അതിൻ്റെ കുറച്ച് ഏരിയയിൽ നാശനഷ്ടം ഉണ്ടാക്കും. ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക. അതായത് ഓരോ ആൾക്കാരെ ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും എനിമീസ് വന്ന് ഫയർ ചെയ്ത് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ അല്ല. പക്ഷേ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആകാശത്തൂടെയുള്ളതാണ്. ഇത് കൂടുതലും ആകാശ മിസൈലുകളിൽ കൂടി ആയിരിക്കും കൂടുതലും അറ്റാക്ക് ഉണ്ടാകുക. അതിൽ ആരുടെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ആംസ്, ആരുടെ ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ സക്സസ്, അവർ കൂടുതൽ ജയിക്കും. എന്നാൽ ആസ് ഇറ്റ് ഈസ് പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട്
നാം ഉപയോഗിക്കുന്ന നമ്മിലുള്ളിടത്തോളം അത്ര കണ്ട് ടെക്നോളജി ഒന്നും അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവരുടെ കുറേ പഴയ ആംസും ഇതൊക്കെ ആണെങ്കിലും അവരെ സഹായിക്കാൻ റഷ്യയും ഇപ്പോൾ ഈ തുർക്കി ഇവരൊക്കെ വരുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ആംസൊക്കെ കുറിച്ച് സപ്ലൈ എന്ന് കേൾക്കുന്നു. എങ്കിൽ തന്നെയും അത് നമുക്ക് വലിയ ഭീഷണിയാകില്ല. അത്ര ഭീഷണി അതിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യവുമില്ല. സോ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ സർവ്വസജ്ജരായിരിക്കണം. കുറച്ച് റെസ്ട്രിക്ഷൻസും കുറച്ച് ഇതൊക്കെ നമുക്കുണ്ടാകും, പക്ഷേ നോട്ട് ഫോർ ലോങ് ടൈം. എന്തിനായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ അതിന് കൂടുതൽ നാൾ അത് നീണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ല. കാരണം ഈ ഡിഫൻസീവ് സൈഡിൽ പാകിസ്ഥാന് അത്ര കണ്ടു പോരാ. പിന്നെ നമ്മളും അത്ര യുദ്ധ കൊതിയന്മാരല്ല. നമുക്ക് അത്ര കണ്ട് ചുമ്മാ യുദ്ധം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ മാക്സിമം ക്ഷമിക്കും. ഇവർ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ക്ഷമയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മുടെ ക്ഷമയെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം അത്ര കണ്ട് അവർ ഒരുപാട് ലൂസ് ടാക്ക് ചെയ്യുകയാണ്. അവരാരെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ച് ഉള്ളു നാക്കുകൊണ്ടുള്ളൊരു ബോംബാർട്ട്മെൻറ്റാണ് കൂടുതൽ അവർ നടത്തുന്നത്. അതുകൊണ്ട് യുദ്ധം എന്നുള്ളത് ബോർഡറിൽ മാത്രം ഒതുങ്ങുന്നതൊന്നായിരിക്കില്ല. അത് എല്ലാ ഭാഗത്തും എവിടെയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകാം. നമുക്കും കേരളത്തിനും ആ എഫക്റ്റ് ഉണ്ടായിക്കൂടുന്നില്ല, എന്നാൽ ഉണ്ടാകണമെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. അത് സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അലേർട്ടായിരിക്കുക. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സുരക്ഷിതരാണ്, നമുക്കൊരു കുഴപ്പമില്ല അങ്ങനെ ധരിക്കരുത്. നമ്മൾ കുറച്ച് അലേർട്ടായിരിക്കണം. പ്രിവെൻറ്റേഷൻ നമുക്ക് എടുക്കേണ്ടി വരും. കഴിയുന്നതും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനി ഉണ്ടായാൽ തന്നെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ തരാൻ കാരണം ആൾക്കാർ യുദ്ധം തുടങ്ങണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആഫ്റ്റർ എഫക്റ്റ് കൂടെ ഉണ്ടെന്ന് നമ്മുടെ നാട്ടുകാരറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.